സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. ദീപേ, എങ്കിൽ നമുക്കിറങ്ങിയാലോ? രാജീവൻ പറഞ്ഞു. ശരി മോളെ, എന്ന് ചെല്ലുകെട്ടോ. അങ്ങനെ അവരും പിരിഞ്ഞുപോയി. വൈകാതെ വീണയും ശ്രീരാജനും ഇറങ്ങാനുള്ള നേരമായി. വീണയുടെ മുഖമാകെ വല്ലാണ്ടായിരിക്കുകയാണ്. അതേ അവസ്ഥയിലാണ് വിജിയും സുമിത്രയും ഉണ്ണിമോളും എല്ലാവരും. ആരും കരഞ്ഞു പോയേക്കരുതെന്ന് ശേഖരൻ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. വീണയാണെങ്കിൽ വിജിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. അച്ഛനെ നോക്കാനുള്ള ധൈര്യം അവൾക്കില്ല. പാവം അച്ഛൻ. എന്നും കഷ്ടപ്പാടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏട്ടന് ലീവ് കിട്ടാതിരുന്നതിനാൽ എന്നും എല്ലാത്തിനാണ്. പാവം അച്ഛനാണ് കഷ്ടപ്പെട്ടത്. അമ്മയാണെങ്കിൽ വീഴാതിരിക്കുവാൻ ഒരു തൂണിലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കരയരുതെന്ന് പറഞ്ഞാലും തങ്ങളുടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് വന്നിച്ച് ഇറങ്ങാൻ നോക്കു വേഗം. നാരായൺ മാമ ധൃതി കൂട്ടി. വീണയുടെ കയ്യിൽ നിന്നും വിജി മെല്ലെ പിടുത്തം വിട്ടു. ചെല്ലുമോളെ, അവൾ മെല്ലെ മന്ത്രിച്ചു. അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങുമ്പോൾ വീണയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്തെങ്കിലും പറയും മുമ്പ് ലക്ഷ്മി വന്നവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വരൂ, ഒന്ന് കാർ കയറ്, സമയമായിരിക്കുന്നു, ലക്ഷ്മി പറഞ്ഞു. അപ്പോഴേക്കും വൈശാഖൻ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. നിറഞ്ഞു തൂകിയ കണ്ണുകളുമായിട്ട് വീണ വന്ന് കാറിൽ കയറി. സുമിത്രയുടെയും വിജിയുടെയും ഉണ്ണിമോളുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ചേച്ചി, ഒന്ന് കൈവീശി കാണിക്കുമോ രണ്ടാളും? വീഡിയോഗ്രാഫർ പയ്യൻ വീണയോട് പറഞ്ഞു. വീണയും ശ്രീരാജും എല്ലാവരെയും കൈവീശി കാണിച്ചു. അപ്പോഴേക്കും ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു കഴിഞ്ഞു. വിജിയുടെ കല്യാണത്തിന് സുമിത്ര ബോധം കെട്ടുപോകുമെന്ന് ഓർത്തതാ ഞാൻ. മാലതി ചിരിച്ചു. ഇതിപ്പോ ലക്ഷ്മി ഉണ്ടായിരുന്നുകൊണ്ടാണ്. മോള് വേഗം തന്നെ വീണയെ കാറിൽ പിടിച്ചു കയറ്റിയില്ലേ? ശേഖരന്റെ പെങ്ങൾ ഗിരിജയുടെ അഭിപ്രായമായിരുന്നു അടുത്തത്. ശേഖരൻ മെല്ലെ ഓഡിറ്റോറിയത്തിന്റെ ഒരു കോണിലേക്ക് നടന്നുപോയി. സുമിത്രയുടെ കൂടെ ഉള്ളവർ ആരാണ്? ഒരു സിസ്റ്റർ വന്ന് വിളിച്ചു ചോദിച്ചു. വിജയെ മുഖത്തു വെച്ചുകൊണ്ട് താനും സുമിത്രയുടെ അമ്മയും വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ കുരുന്നിന്റെ മുഖം ഇന്നലെ എന്നതുപോലെ ഇന്നും തന്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്നു. അവൾ ആദ്യമായി പിച്ച വെച്ചത് ഈ കയ്യിൽ പിടിച്ചാണ്. അച്ചാന്ന് വിളിച്ചുകൊണ്ട് എന്തിനും തന്റെ പിറകെ ഓടി വന്ന ആ പട്ടുപാവാടക്കാരി. ആദ്യമായി അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതും കോളേജിലേക്കുള്ള അഡ്മിഷനായി അവളുമായി പോയതും അവളിന്ന് മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്നു. ഈശ്വര, തന്റെ കുഞ്ഞിനെ കാത്തുരക്ഷിക്കണേ. അതുപോലെ അവളുടെ ഭർത്താവിനെയും ആ കുടുംബത്തെയും. അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ശേഖരന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുമലിൽ ഒരു കരസ്പർശം. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വൈശാഖനായിരുന്നു അത്. അച്ഛൻ ഇവിടെ വന്നിരിക്കുവാണോ? വരൂ, നമുക്ക് കഴിക്കാം. അച്ഛനും നല്ല വിഷമമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഞാൻ വരാം, മോൻ പൊയ്ക്കോ, അയാൾ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ വരൂ. എല്ലാവരും അച്ഛനെ നോക്കിയിരിക്കുവാണ്. മകൻ കുറേയേറെ തവണ നിർബന്ധിച്ചപ്പോൾ അയാൾ മകനോടൊപ്പം പോയി. എങ്കിലും അയാളുടെ മനസ്സിലെ നീറ്റൽ വിട്ടുമാറിയിട്ടില്ല. ആരവങ്ങളും ആർപ്പുവിളികളും ഒക്കെയായി അങ്ങനെ വീണയുടെ കല്യാണം കഴിഞ്ഞു. വൈകിട്ടോടുകൂടി എല്ലാവരും മേലെടുത്ത് എത്തിച്ചേർന്നു. വീണ പോയതുകൊണ്ട് എല്ലാവർക്കും വിഷമമായിരുന്നു. ഉണ്ണിമോൾക്കായിരുന്നു കൂടുതൽ സങ്കടം. കാരണം അവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചായിരുന്നു. പിന്നെ വീണയെ ഫോൺ വിളിച്ച് എല്ലാവരും സംസാരിച്ചു. അവൾ വളരെ സന്തോഷത്തിലാണെന്ന് അവർക്ക് ബോധ്യമായി. തിരികെ റൂമിലെത്തിയതും ദേഹം കഴുകി അപ്പോൾ തന്നെ ലക്ഷ്മി കിടന്നതാണ്. അവൾ വല്ലാണ്ടും മടുത്തിരിക്കുന്നു. കാലും കൈയും എല്ലാം വേദനയെടുക്കുകയാണ്. കുഞ്ഞാവേ, അച്ഛടെ പൊന്നേ. വൈശാഖൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഹോ, എന്റെ ഏട്ടാ, വല്ലാത്ത തലവേദന. ഒന്ന് ഉറങ്ങിയാൽ മാറും. അവൾ പെറുപെറുത്തു. ഓക്കെ, എങ്കിൽ നീ ഉറങ്ങിക്കോ. അവനും കുളിച്ചു വേഷം മാറാനായി വാഷ്റൂമിലേക്ക് പോയി. വീണയുടെ വീട്ടിലേക്ക് എല്ലാവരും അടുത്ത ദിവസം പോയിരുന്നു. 4-ാം ദിവസം അവർ രണ്ടാളും കൂടി മേലെടുത്തും വന്നു. കുശാലായിട്ടാണ് സുമിത്ര വിരുന്നൊരുക്കിയത്. കരിമീനും വരാലും കണവയും ഞണ്ടും താറാവും എന്നു വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ഊണുമേശയിൽ. ശ്രീരാജാണെങ്കിൽ വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. വൈശാഖിനെ പോലെ ഒരു ദുശീലവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. വീണയാണെങ്കിൽ കുറച്ചുകൂടി മൊഞ്ചത്തിയായിരിക്കുന്നുവെന്ന് ലക്ഷ്മി പറഞ്ഞു. 2 ദിവസം കൂടി നിന്നിട്ടാണ് വീണയും ശ്രീരാജും മടങ്ങിയത്.
അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു. വൈശാഖൻ പതിവ് പോലെ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ലക്ഷ്മിക്ക് ഡേറ്റ് എടുത്തു വന്നിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും ആകാന്ന് ഡോക്ടർ രേണുക മേനോൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് സുമിത്ര ഇരിക്കുന്നത്. അശോകനും ശ്യാമളയും ഏറെ നിർബന്ധിച്ചെങ്കിലും ലക്ഷ്മി അവരുടെ ഒപ്പം പോകാൻ തയ്യാറായില്ല. കാരണം വൈശാഖേട്ടന്റെ ഒപ്പം ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. അതെന്തായാലും നടക്കില്ലെന്ന് ഒരു ദിവസം ശ്യാമള അവളോട് പറഞ്ഞു. കാരണം വൈശാഖ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് നിനക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നതെങ്കിലോ? അമ്മ അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ ലക്ഷ്മി 2 ദിവസം ശ്യാമളയോട് പിണങ്ങിയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വൈശാഖൻ വീട്ടിലേക്ക് പോരാനായി ഇറങ്ങുകയാണ്. അപ്പോഴാണ് അവൻ അച്ഛന്റെ ഫോൺ കോൾ വന്നത്. മോനെ, ലക്ഷ്മി മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമോ? അച്ഛന്റെ വാക്കുകൾ കേട്ടതും വൈശാഖൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അമ്മയും അച്ഛനുമൊക്കെ ലേബർ റൂമിന്റെ വാതിൽക്കലുണ്ട്. ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വൈകാതെ എത്തിച്ചേരുമെന്ന് അവൻ അച്ഛനോട് പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മോനെ. പെട്ടെന്നൊരു വയറുവേദന തോന്നി. കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞ് മോള് പോയി കിടന്നതാ. പക്ഷെ വേദന വിട്ടുവിട്ട് വന്നു. പിന്നെ വേഗം ഞങ്ങൾ കാർ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോന്നു. സുമിത്ര മകനോട് പറഞ്ഞു. കുഴപ്പം വല്ലതും ഉണ്ടോ അമ്മേ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഡേറ്റ് ആയിരിക്കുന്നതല്ലേ, സമയമായി കാണുമെന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു. ഡോക്ടറെ വിളിച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ വന്നിട്ടില്ല. അവളെ കണ്ടോ അമ്മേ പിന്നെ? ഇല്ല മോനെ. അപ്പോഴേക്കും ശ്യാമളയും അശോകനും എത്തിച്ചേർന്നു. ചേച്ചി, അവൾക്ക് എങ്ങനെയുണ്ട്? ചെറിയ വയറുവേദനയും നടുവേദനയും. പിന്നെ പിന്നെ വേദന കൂടി വന്നപ്പോൾ വേഗം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്റെ ദൈവമേ, എല്ലാം പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ശ്യാമളയാണെങ്കിൽ ആകെ പരവശപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു സിസ്റ്റർ ഡോർ തുറന്ന് വെളിയിലേക്ക് വന്നു. ലക്ഷ്മിയുടെ കൂടെ ഉള്ളവർ ആരാണ്? എന്താണ് സിസ്റ്റർ? സുമിത്രയാണ് ആദ്യം ഓടിച്ചെന്നത്. ഇതാ ലക്ഷ്മിയുടെ ഡ്രസ്സാണ്. അവർ ഒരു കവറ് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സിസ്റ്റർ, അവൾക്ക് എങ്ങനെയുണ്ട്? വൈശാഖൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ വന്നതേ ഉള്ളൂ, നോക്കിക്കൊണ്ടിരിക്കുക. അവരത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഏതോ ഒരു റൂമിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും വൈശാഖൻ ചുറ്റിലും നോക്കി. സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു. ഒന്നും ആയില്ല. ഈ ഒരു ഡയലോഗ് കേൾക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. വൈശാഖനാണെങ്കിൽ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴറി നടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞതും ഡോക്ടർ വൈശാഖിനെ അകത്തേക്ക് വിളിപ്പിച്ചു. ഹലോ വൈശാഖ്, പ്ലീസ് സിറ്റ് ഡൗൺ. അവൻ മെല്ലെ കസേരയിലേക്കിരുന്നു. ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? ലക്ഷ്മിക്ക് കുറച്ച് താമസം വരും. പ്രൈമിയല്ലേ, സോ. വൈശാഖിനെ കാണണോ ലക്ഷ്മി? യെസ് ഡോക്ടർ. ഓക്കെ. സിസ്റ്റർ മേഴ്സി? അവർ വിളിച്ചപ്പോൾ ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്, ഒന്ന് കൊണ്ടുപോയി കാണിക്കും. അവരുടെ പിറകെ വൈശാഖൻ നടന്നുപോയി. ഒരു പച്ച ഗൗൺ ഇട്ടുകൊണ്ട് ചെരിഞ്ഞു കിടക്കുവാണ് ലക്ഷ്മി. വയറാണെങ്കിൽ ഒരുപാട് താഴ്ന്ന പോലെ അവന് തോന്നി. അവനെ കണ്ടതും ചുണ്ടിൽ ഒരു വരണ്ട ചിരി. എങ്ങനെയുണ്ട് ലക്ഷ്മി? അവനവളുടെ കൈ പിടിച്ചു. വലിയ വേദനയൊന്നും ഇല്ലേട്ടാ. അവൾ ചെറുതായി മന്ദഹസിച്ചു. എല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്യുവാ. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ആണോ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലേട്ടാ. കുറച്ച് സമയം അവൻ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇനി പുറത്തേക്ക് പോയിക്കോളെ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോ അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഓ, ഇത്രയുള്ളൂ ഈ പ്രസവവേദന? താനാണെങ്കിൽ അലറിക്കറിയുന്ന ലക്ഷ്മിയായിരുന്നു പ്രതീക്ഷിച്ചത്. മോനെ, ലക്ഷ്മി മോൾക്ക് എങ്ങനെയുണ്ട്? സുമിത്രയും ശ്യാമളയും കൂടി ഓടി അടുത്തേക്ക് വന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവള് ഹാപ്പിയായിട്ട് കിടക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഉണ്ണിക്കണ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വലിയ കുഴപ്പമൊന്നും കൂടാതെ എന്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തരണേ. സുമിത്ര മുകളിലേക്ക് നോക്കി കണ്ണടച്ചു. ആൺകുട്ടിയായിരിക്കും ചേച്ചി, അതുകൊണ്ടാ അവൾക്ക് വലിയ കുഴപ്പമില്ലാത്ത. അവനൊന്ന് ചാടി മറിഞ്ഞു പെട്ടെന്നിങ്ങി പോരും. അത് കേട്ടതും വൈശാഖിന്റെ മനസ്സിൽ എവിടെയോ ഒരു നൊമ്പരം. സത്യമാണ് ശ്യാമളെ, ഞാനും അത് ഓർത്തു. കുറച്ച് ദിവസമായിട്ടേ അവളുടെ വയറ് നോക്കുമ്പോൾ എനിക്കും തോന്നിയിരുന്നു ഇത് ആൺകുട്ടിയാണെന്ന്. എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ രണ്ടുമൊന്ന് നിർത്തുവോ? വൈശാഖൻ മനസ്സിൽ പെറുപെറുത്തു. ഉണ്ണിമോൾ വീട്ടിൽ തനിച്ചായതുകൊണ്ട് ചെറിയച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ ശേഖരൻ അവളോട് വിളിച്ചു പറഞ്ഞു. വീണയും വിജയും ഒക്കെ തുരുതുരു ഫോൺ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞതിൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. ശേഖരേട്ട, എന്നാ വരൂ, നമുക്കൊരു ചായ കുടിക്കാം. വൈശാഖ്, വരൂ മോനെ. നീയും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ? അശോകൻ അവർ രണ്ടാളുമായി അടുത്തുള്ള കോഫി ഹൗസിലേക്ക് പോയി.
ചായയൊക്കെ കുടിച്ച് കുറച്ച് സംസാരിച്ച ശേഷം സ്ത്രീകൾക്ക് രണ്ടാൾക്കുമുള്ള ചായയും പലഹാരവും ഒക്കെ പാഴ്സൽ മേടിച്ചുകൊണ്ടാണ് അവർ തിരികെ വന്നത്. മണിക്കൂറുകൾ പിന്നിട്ടു. 5 മണി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയതാണ്. ഇപ്പോൾ സമയം 11:45. എല്ലാവരും ലേബർ റൂമിന് മുമ്പിൽ കാത്തിരിക്കുവാണ്. വേദന വന്നുപോയി നിൽക്കുന്നുവെന്നാണ് ഇടയ്ക്ക് വൈശാഖ് ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്നും സിസ്റ്റർ ഇറങ്ങി വന്ന് വൈശാഖിനെ വീണ്ടും വിളിച്ചു. ആ കുട്ടി കിടന്ന് ബഹളം വയ്ക്കുവാണ്. താങ്കളെ കാണുമെന്ന് പറഞ്ഞു. ഒന്ന് വരുമോ? സിസ്റ്റർ അവനോട് പറഞ്ഞു. അകത്തേക്ക് കയറിയതും ലക്ഷ്മിയുടെ വാവിട്ടുള്ള വിളി കേട്ടുകൊണ്ടാണ്. അവന്റെ വയറ്റിലൊരു ആന്തൽ. ദേ ഹസ്ബൻഡ് വന്നല്ലോ. ഇത്രയും നേരം ലക്ഷ്മിക്ക് ഹസ്ബൻഡിനെ കാണണമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. ഇനി സന്തോഷമായില്ലേ? ഡോക്ടർ രേണുക അവളുടെ അടുത്തിരിപ്പുണ്ട്. ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് വൈശാഖൻ വിറയ്ക്കുന്ന കാലടികളോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. 2 സിസ്റ്റർമാർ അടുത്ത് നിന്ന് അവളുടെ കാലും കൈയും ഒക്കെ പതിയെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. വൈശാഖേട്ട, എനിക്ക് വയ്യ. പ്ലീസ് വൈശാഖേട്ട, എന്നെ ഒന്ന് സിസേറിയൻ ചെയ്യാൻ ഇവരോട് പറയുമോ? ലക്ഷ്മി അലമുറയിട്ട് കരയുകയാണ്. വൈശാഖിന് തല ചുറ്റും പോലെ തോന്നി. ആ, അങ്ങനെ ചുമ്മാ സിസേറിയനൊക്കെ ചെയ്യാൻ പറ്റുമോ? കുറച്ച് സമയം കൂടി സഹിക്കും ലക്ഷ്മി. ഡെലിവറി ആവണ്ടേ? ഡോക്ടർ പറഞ്ഞു. പ്ലീസ് ഡോക്ടർ, പ്ലീസ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വൈശാഖേട്ട, ഡോക്ടറോട് ഒന്ന് പറയാം പ്ലീസ്. ലക്ഷ്മി ആകെ തളർന്നിരുന്നു. ഡോക്ടർ രേണുക ചിരിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ്. ലക്ഷ്മി തനിക്ക് തല ചുറ്റുന്ന പോലെ ഇത്തിരി വെള്ളം തരൂ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഫ്ലൂയിഡൊക്കെ നന്നായി പോകുന്നുണ്ട്. ലക്ഷ്മി, ഇപ്പൊ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല മോൾക്ക്. കുറച്ച് പ്രായമുള്ള ഒരു സിസ്റ്റർ അവളോട് പറഞ്ഞു. സിസ്റ്റർ പ്ലീസ്, സിസ്റ്ററെങ്കിലും ഒന്ന് പറയും എന്നെ സിസേറിയൻ ചെയ്യാൻ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഇപ്പോൾ മരിച്ചു പോകും. ഡോക്ടർ, ലക്ഷ്മി പറയും പോലെ. അത് പറയുമ്പോൾ അവനും കരഞ്ഞുപോയി. ആ, ഞാനാണെങ്കിൽ ലക്ഷ്മിക്ക് ധൈര്യം കൊടുക്കാനായി വിളിച്ച ആള് ദേ ഇരുന്ന് കരയുന്നു. ലുക്ക് മിസ്റ്റർ വൈശാഖൻ, ഈ കുട്ടി ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ നോർമൽ ഡെലിവറി ആകും. വെറുതെ എന്തിനാ സിസേറിയൻ ചെയ്യാൻ തുനിയേണ്ടത്? ഞാനതിന് തയ്യാറല്ല കേട്ടോ. വൈശാഖൻ, ലക്ഷ്മി കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവളുടെ മുഖം കാണുന്തോറും അവന് ചങ്ക് പൊട്ടും പോലെ തോന്നി. കരയാതെ, കുഞ്ഞാവ് പെട്ടെന്ന് വരുമോളെ. അവൻ അവളുടെ നെറുകയിൽ തലോടി. ഓക്കെ ഓക്കെ, ഇനി ഏട്ടനെ പറഞ്ഞു വിട്ടേക്കാം. ഇല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ ബോധം കെട്ടു പോകും. ഡോക്ടർ രേണുക പറഞ്ഞു. ഞാൻ ഞാൻ പുറത്തേക്ക് പോയിക്കോട്ടെ? തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ ഇറങ്ങിപ്പോയിക്കോളാൻ അവനോട് ശിരസുകൊണ്ട് ആംഗ്യം കാണിച്ചു. ടീച്ചർ, ആണായാലും പെണ്ണായാലും ഈ കുഞ്ഞു മാത്രം മതി. ഇനി അതിനൊരു മാറ്റവുമില്ല. തന്റെ ലക്ഷ്മിയുടെ കരച്ചിൽ കാണാൻ വയ്യ. എത്രയും പെട്ടെന്ന് ഒന്ന് കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവനോർത്തു. തുടരും. നാളെ നമ്മുടെ സ്വപ്നക്കൂടിൻ്റെ ലാസ്റ്റ് പാർട്ടാണേ.